മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹിക്കും ഞാൻ എൻ യേശുവേ, സ്നേഹിച്ചു നീ എന്നെ മുന്നേ, സേവിക്കും നിന്നെ നാളെന്നും, ഘോഷിക്കും നിൻ കൃപകളെ, സേവിക്കും നിന്നെ നാളെന്നും, ഘോഷിക്കും നിൻ കൃപകളെ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ അനിൽ നെടുംചേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ഇന്ന് രാവിലെ എന്നെ ശ്രവിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനമലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഇടയിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഓട്ടക്കളത്തിലാണ്, വിശ്വാസത്തിൻ്റെ പാതയിലാണ് നാം ഇന്ന് ഓടുന്നത്. ഓടുന്നവർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ നിർവചനം എന്താണ് എന്നുള്ളത് ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനുശേഷം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ വലിയ ഒരു പട്ടിക തന്നെ നിരത്തുകയാണ് ലേഖനകാരൻ. ഹാവേൽ മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അനേക വിശ്വാസ വീരന്മാരെക്കുറിച്ച്, വിശ്വാസ വീരന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം, അങ്ങനെ അനേക വിശ്വാസികളുടെ വിശ്വാസ വീരന്മാരുടെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേഖനകാരൻ പറയുകയാണ്, ആകയാൽ നാമും, അപ്പോൾ നാമും അവരോടിയതായ അതേ വിശ്വാസത്തിൻ്റെ പാതയിലാണ് ഇന്ന് ഓടുന്നത്. അപ്പോൾ അവർ ഓടിയതുപോലെ നാമും ഓടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മാത്രമല്ല, ഓടുമ്പോൾ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, വലിയ ഒരു സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് 11-ാം അധ്യായത്തിൽ കാണുവാൻ കഴിഞ്ഞു. ഹാവേൽ മുതൽ ഇങ്ങ് എത്രയോ വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആ സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം നമുക്കൊരു മാതൃകയാണ്. അവരുടെ വിശ്വാസ ജീവിതം നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് നാം മുന്നോട്ട് ഓടണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വസിക്കുന്ന ഇടങ്ങളിൽ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതായ വലിയൊരു സമൂഹം. അവരും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടവരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സകല ഭാരവും ഇറക്കി വെച്ചിട്ട് വേണം ഓടുവാൻ. ഓടുമ്പോൾ ഒരിക്കലും ഭാരം വെച്ചുകൊണ്ട് ഓടുവാനായിട്ട് കഴിയുകയില്ല. ഓട്ടക്കളത്തിലേക്ക് മത്സരത്തിന് പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഭാരമുള്ളതൊക്കെ ആദ്യം ഊരി വെക്കും. വളരെ ലൈറ്റായിട്ടുള്ള ഡ്രസ്സേ അവർ ധരിക്കാറുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓടുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട്, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് നാം മുന്നോട്ട് ഓടുവാനായിട്ട് ഇടയാകണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ വിശ്വസ്തരായിട്ട് വിജയകരമായിട്ട് ഈ ഓട്ടം തികയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകട്ടെ. അതിന് 1-ാം വാക്യത്തിൽ 3-ാമത്തെ കാര്യം നമുക്ക് ശ്രദ്ധിക്കുവാം.
മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടണം. ഇംഗ്ലീഷിൽ അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദ സിൻ വിച്ച് സോ ഈസിലി എൻഡാങ്കിൾസ് അസ്. അപ്പോൾ നമ്മെ മുറുകെ പിടിക്കുന്നതായ, നമ്മുടെ ഓട്ടത്തെ തടസ്സം നിൽക്കുന്നതായ പാപങ്ങൾ, അതൊരു പക്ഷേ രഹസ്യപാപങ്ങളായിരിക്കാം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായ രഹസ്യപാപങ്ങളായിരിക്കാം. അങ്ങനെയുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും വിജയകരമായിട്ട് മുന്നോട്ട് ഓടുവാനായിട്ട് സാധ്യമല്ല. ഓടുന്ന വ്യക്തികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ചെരുപ്പിൻ്റെ അടിയിൽ പോലും, ഷൂവിൻ്റെ അടിയിൽ പോലും എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന സാധനം വഴിയിലുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് മുന്നോട്ട് ഓടുവാനായിട്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെ വിട്ടിട്ട് വേണം ഓടാനായിട്ട് എന്നിവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. 1-ാം വാക്യത്തിൽ അതിൻ്റെ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്: ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഈ ലോകത്തിൽ എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഈ ലോകത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ, ഈ ലോകത്തിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ കടന്നു വന്നാലും ഈ ഓട്ടക്കളത്തിൽ നമുക്ക് സ്ഥിരതയോടെ ഓടുവാനായിട്ട് ഇടയായിട്ട് തീരണം. 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ഓടുമ്പോൾ ഓട്ടക്കാരനൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഓടുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ ലക്ഷ്യസ്ഥാനം വെച്ചാണ് ഓടുന്നത്. ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ എത്തണമെന്നുള്ളതായ ഒരു ആഗ്രഹത്തിലാണ്, അവിടെ എത്തുമ്പോഴാണ് ആ വിജയത്തിൻ്റെതായ തീരുമാനം അറിയുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഓടുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കുവാനും നിരുത്സാഹപ്പെടുത്തുവാനും അനേക ആളുകളുണ്ട് ഗാലറിയിൽ. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓട്ടക്കാരൻ ലക്ഷ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുകയാണ്. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നോട്ട് ഓടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഒരേ ഒരു ആളെ മാത്രമാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആ യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നമ്മെ നേടേണ്ടതായ, നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതായ ആ സന്തോഷമോർത്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ സകലവും താൻ അനുഭവിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് 3-ാമത്തെ വാക്യത്തിൽ: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അപ്പോൾ തളർന്നു പോകാതിരിക്കുവാൻ, ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ നമുക്കുള്ളൊരു മെഡിസിൻ എന്ന് പറയുന്നത് വിരോധം സഹിച്ച, പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ ഒരു ക്ഷീണവും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീസഹോദരന്മാരെ, ഇന്ന് രാവിലെ എന്നെ കേൾക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, നാം ഒരു ഓട്ടക്കളത്തിലാണ്. ഓടുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓടുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.